ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എഗ് പിസയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇക്കുവിൻ്റെ ഒരു സ്പെഷ്യൽ എഗ് പിസയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഇക്കു പറഞ്ഞതാ നമുക്കിന്നൊരു സ്പെഷ്യൽ എഗ് പിസ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഓനിയനും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്തെടുത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ചൊരു വലിപ്പമുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു നമ്മുടെ സവോള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും 2 ടൊമാറ്റോയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ തന്തൂരി മസാല, അതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ തന്തൂരി മസാലയ്ക്ക്. അപ്പോൾ അതുകൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ നമ്മൾ സവോളയും ടൊമാറ്റോയും തന്തൂരി മസാലയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 5 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കാം. മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ആ മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് ആ ഒനിയനും ടൊമാറ്റോ എല്ലാം കൂടെ ഒന്ന് സെറ്റാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇക്കുന് ഇങ്ങനത്തെ അലക്കുരുത്ത് പരിപാടികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ ആ ബാറ്റർ ഫുള്ളായിട്ട് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ച് കുക്ക് ചെയ്തെടുക്കണം. കാരണം നല്ല തിക്കായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും അതൊന്ന് ഫുള്ളായിട്ടൊന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ആ പുറം ഫുള്ളായിട്ടൊന്ന് കുക്കാവണം കേട്ടോ. അടിവശവും കുക്കാവണം, പിന്നെ അതിൻ്റെ മുകൾ വശവും കുറച്ചൊന്ന് കുക്കാവണം. കാരണം തിരിച്ചിടാൻ പാടായിരിക്കും. നമ്മൾ നോർമലായിട്ട് മുട്ട പൊരിച്ച് നമ്മൾ നൈസായിട്ട് തിരിച്ചിടുന്ന പോലെ ഇടാൻ പറ്റുമല്ലോ കേട്ടോ. ഇത് നല്ല കല്ലില്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നൈസായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കിട്ടും. അതിനുശേഷം ഒന്നും കൂടെ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇനി നമുക്ക് തിരിച്ച് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയുടെ 2 സൈഡും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മൾ തിരിച്ച് വീണ്ടും വേറൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് സെയിം പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം 2 സൈഡും കുക്കായി കിട്ടണമല്ലോ. നമ്മൾ ഒരു സംഭവം വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടുവാണെങ്കിൽ അതെന്തായാലും പൊട്ടിപ്പോവും. അതുകൊണ്ട് പ്ലേറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ എന്തൊക്കെ നമ്മൾ മുകളിലിടോ അതൊക്കെ ഇടാം കേട്ടോ. ഇതിപ്പം ഞങ്ങൾ കുറച്ച് ചീസ് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതുകൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രക്കോളി ഫ്രൈയും സോസേജ് ഫ്രൈയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രക്കോളി ഫ്രൈയും സോസേജ് ഫ്രൈയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതുകൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, ബ്രൊക്കോളിയും ഈ ഒരു സോസേജും കൂടെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ നമ്മൾ
പൊരിച്ചതോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ഇത്രയും സാധനം കൊണ്ടാട്ടോ ഈ ഒരു എഗ് പീസ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാനും പിന്നെ ആ ഒരു ക്യാപ്സിക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ജസ്റ്റ് ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 4 മിനിറ്റോ 5 മിനിറ്റിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി ആ ക്യാപ്സിക്കൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ക്യാപ്സിക്കം ഒരുപാട് കുക്ക് ചെയ്യാതിരിക്കാനായിട്ടോ നല്ലത്, കുറച്ച് കടിച്ച് കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഇതാ നമ്മുടെ എഗ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പിസ്സ കട്ടർ വെച്ചിട്ട് നമ്മുടെ എഗ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ എഗ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. നല്ല ചൂടുണ്ടായിരുന്നു, കാരണം നമ്മൾ അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി ആ ഒരു പ്ലേറ്റിലോട്ട് വെച്ചതേ ഉള്ളൂ. ആ ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഇക്കുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇക്കു നമുക്കിത് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യണോ? അപ്പോൾ ഇക്കുവാനും വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യണം, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം, കുഴപ്പമില്ല, നമുക്ക് ചൂടിങ്ങനെ ഊതി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ചൂടിങ്ങനെ ഊതി അങ്ങ് കഴിച്ചത്. കാരണം അത് ടേസ്റ്റ് ചെയ്തോളാഞ്ഞിട്ട് വയ്യായിരുന്നു. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കിയത് മാത്രമേ അറിഞ്ഞുള്ളൂ, പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിന്ന് തീർക്കുകയും ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, കാരണം മുട്ട എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസും കൂടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. അപ്പം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ എഗ് പിസ്സ അടിപൊളി. അല്ലെങ്കിലും പിസ്സ ചൂടോടുകൂടി കഴിക്കുന്നതാണ് അടിപൊളി, ചൂടാറി കഴിഞ്ഞാൽ കൊള്ളൂല. അപ്പം നമ്മുടെ എഗ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്യാൻകുട്ടൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നെയ്യാൻകുട്ടനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എഗ് പിസ്സയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.